ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് താണ്ടെ കുറേ പ്ലാന്റ് ഡാമേജ് ആയി പോയല്ലോ എന്നല്ലേ. താണ്ടെ ഇത് ശരിയാണ്, ഡാമേജ് ആയി പോയി. ഇതൊക്കെ നമ്മളൊരു പരീക്ഷണമല്ലേ. താണ്ടെ വേര് വന്നിട്ടാണ് പോയത്. അന്നേരം ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറച്ച് കെട്ടുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചിരുന്നത്. എന്നിട്ടും താണ്ടെ കുറേ പ്ലാന്റുകൾ നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അന്നേരം താണ്ടെ വെള്ളം കെട്ടി നിൽക്കുന്നത് താണ്ടല്ലേ, വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്തതാണ്. താണ്ടെ വെള്ളം പോകുന്ന നോക്കിയാൽ ഫുള്ള് വെള്ളമായിപ്പോയി. അന്നേരം നമുക്ക് ഇത്രയും വെള്ളം ഒരു കാരണവശാലും നടത്താൻ പാടില്ല. നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, കയറി നോക്കി കാണാനായിട്ട് പറ്റും. താണ്ടെ അതിന് നമുക്ക് ഇത് എത്രമാത്രം സക്സസ് ആണെന്ന് എന്തായാലും നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം കാണല്ലോ. നമ്മളെല്ലാം ഒന്നും വിജയിക്കുന്നതല്ല, ഇതൊന്നും ആരും പഠിച്ചിട്ടൊന്നും വരുന്ന സംഭവമൊന്നും അല്ല. ഓക്കെ, അന്നേരം താണ്ടെ നമുക്ക് ഈ പ്ലാന്റിനകത്ത് കുറച്ച് പ്ലാന്റ് ഒന്ന് എടുത്ത് നോക്കാം. വേരൊക്കെ ആയോ എന്താണ്ടെ, നല്ല അടിപൊളിയായിട്ട് സക്കൂറ പ്ലാന്റാണ്. സക്കൂറ താണ്ടെ പേരായിട്ട് നിൽക്കുന്ന നോക്കിയേ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നിങ്ങളെ കൊണ്ട് കാണിച്ചു തന്നതാണ്. താണ്ടെ നല്ല കൂടിയ വെറൈറ്റികൾ വെള്ളത്തിൽ ഇതേപോലെ തൈ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത രണ്ടാമത്തെ ചെടി രണ്ടാമത്തെ ചെടി വേര് നമുക്ക് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വേര്, നല്ല ഫ്രഷ് പ്ലാന്റ്. താണ്ടെ വാട്ടർ പ്രൊപ്പഗേഷനാണ് നിങ്ങൾ ഉദ്ദേശിച്ചാണ്ട്. മണ്ണുണ്ട്, വെള്ളത്തിൽ വെച്ചിട്ട് മണ്ണിൽ ഇറക്കി വെച്ചതിന് ശേഷം വെള്ളത്തിൽ വെച്ചിട്ട് തൈ ഉണ്ടാക്കിയതാണ്. താണ്ടെ അടുത്ത മൂന്നാമത്തെ ചെടി, അതിനും താണ്ടെ നല്ല വേരുണ്ട്. കണ്ട മൂന്നാമത്തെ ചെടി. അതേപോലെ തന്നെ താണ്ടെ നാലാമത്തെ ചെടി, അതും നല്ല ഇറിഞ്ഞിൽ പോലെ വേരുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റായിട്ടാണ് കാണുന്നത്. കിട്ടിയതെല്ലാം അടിപൊളി, പോയതെല്ലാം പോയത്. നമ്മൾ കിട്ടിയത് മാത്രം നോക്കിയാൽ മതി, പോയത് നമ്മൾ കണക്കൂട്ടുണ്ടായിട്ട്. താണ്ടെ അടുത്ത പ്ലാന്റ് സക്കൂറയാണ്. നല്ല കൂടിയ വെറൈറ്റികളാണ് സക്കൂറ. അന്നേരം താണ്ടെ സക്കൂറ പ്ലാന്റ് അടുത്ത പ്ലാന്റ് വേരായതാണ്. താണ്ടെ നാലാമത്തെ ചെടി. താണ്ടെ അടുത്ത പ്ലാന്റ്. വേരോക്കി ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വേര് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം എന്തുമാത്രം സക്സസ് ആവുന്നതൊന്നും അറിയാൻ വയ്യ. സക്സസ് ആവുകയാണെങ്കിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും. താണ്ടെ ബട്ടർ കപ്പ നല്ല അടിപൊളിയായിട്ട് അതും വേരായിട്ടുണ്ട്. അതേപോലെ തന്നെ താണ്ടെ ഇതും നിറച്ച് വേരുണ്ട്. താണ്ടെ തൈയാണ്, പൂ പിടിച്ചു കേട്ടോ. താണ്ടെ വെള്ളത്തിയിരുന്ന് പുകയുമില്ല, പൂ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ. താണ്ടെ അടിപൊളിയായിട്ട് താണ്ടെ പൂത്തിരിക്കുന്ന നോക്കി ഫ്ലവറാണ്. അടിപൊളി. ഇനിയുണ്ട് തൈകൾ. താണ്ടെ ഇതെല്ലാം പൊട്ടി കളിക്കുന്നുണ്ട്. താണ്ടെ 1, താണ്ടെ 2, 3, താണ്ടെ അടുത്ത 4, താണ്ടെ 5, താണ്ടെ 6 ചെടിയും കൂടി കിളിക്കുന്നുണ്ട്. അന്നേരം അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇതെന്താ ഇത് വേര് കിടക്കുന്ന നോക്കിയേ. എന്നിട്ട് ഇതിനകത്ത് ഇതിനകത്ത് നല്ല വേര് കയറി പോയിട്ടുണ്ട്. അത് ഇതിനകത്താണെന്നോ എന്തോ പൊട്ടി വന്നതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം പ്ലാന്റ് കിളിയലുണ്ട് കേട്ടോ, ഇതും എല്ലാം കിളിയലുണ്ട്. അതിന് വെള്ളം ഓവറായിട്ട് നിർത്താൻ പാടില്ല. ഇത്രയും പ്ലാന്റ് കളിച്ചിട്ടുണ്ട്. ഇനി കിളിക്കാനുള്ള പ്ലാന്റ് കുറച്ചിരിപ്പുണ്ട്. നല്ല പച്ചപ്പുണ്ട്, ഇതെല്ലാം പച്ചപ്പുണ്ട്. നല്ല പുതിയ തളിര് വരുന്നുണ്ട്. അന്നേരം സംഭവം സക്സസ് ആണ്. അന്നേരം നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നല്ല വെറൈറ്റി പ്ലാന്റുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ താണ്ടെ ഇതേപോലെ നിങ്ങൾക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. താണ്ടെ 2, 4, 6, 7 എണ്ണം. 7 നല്ല കൂടിയ വെറൈറ്റി ആട്ടോ, അതാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. താണ്ടെ ബട്ടർ കപ്പ്, അതേപോലെ തന്നെ സക്കൂറ പ്ലാന്റ്, സക്കൂറ, അതേപോലെ തന്നെ ഇത് ജുവലാന്ന് തോന്നുന്നു. അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വെറൈറ്റികൾ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പൈസ ചിലവുള്ള സംഭവമൊന്നുമല്ലോ. നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ്, കൂടിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ വളമിട്ട മണ്ണിട്ട് നിറച്ച് അതിനകത്തോട്ട് ഒന്ന് വയ്ക്കുക. വെള്ളം ഇച്ചിരി എടുക്കുക, ഒരു 1/4 ഭാഗം വെള്ളം എടുക്കുക, അതിനകത്തോട്ട് വയ്ക്കുക. ഒന്ന് ചെയ്ത് നോക്ക്. നമ്മളിപ്പം ഇത് സക്സസ് ആയതുകൊണ്ടല്ലേ നിങ്ങളെ കാണിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ നമ്മളെ മഹാറാണിയാണ് കേട്ടോ. മഹാറാണി വീണ്ടും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പൂക്കൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നന്നായിട്ട് മുറ്റി ഇതേപോലെ അങ്ങ് ആയി മാറുന്നത്. ഒരു വെറൈറ്റി സാധനമാണ്. അതേപോലെ നമ്മൾ ബട്ടർ കപ്പ് ഇതേപോലെ വന്നതിന് ശേഷമായിട്ട് പൂ കൊഴിയാറായി നിൽക്കുന്ന സമയത്തും അതിൻ്റെ ഒരു പ്രൗഢി നോക്കിയാൽ നല്ല ഭംഗിയാണ്, അടിപൊളി. അന്നേരം താണ്ടെ നല്ല നല്ല വെറൈറ്റികൾ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആനം റെഡിയാവുന്നുണ്ടല്ലോ. താണ്ടെ വേരുണ്ടല്ലോ, താണ്ടെ വേരെല്ലാത്തിനും വേരുണ്ടല്ലോ, വേര് കാണാൻ പറ്റുന്നുണ്ടല്ലോ. താണ്ടെ ഇതെല്ലാം വേരാണ്, അത് നോക്കി ഫുള്ള് വേര്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മളിവിടെ കിളിച്ചു, നിങ്ങളവിടെ കിളിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.